ഇന്ന് ഞാൻ ഒരു അടിപൊളി എഗ് റൈസാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് റൈസ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സൈസ് ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളിയും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം കുറച്ച് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും കുറച്ചധികം ഗരം മസാലയും കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 6 മുട്ടയാണ് ഞാൻ എടുത്തത്. എന്നിട്ടതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബസ്മതി റൈസാണ് എടുത്തത്. പൊന്നിയരി വെച്ചും കൈമ റൈസ് വെച്ചൊക്കെ ഇതുണ്ടാക്കാം. അപ്പോൾ അത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെക്കണം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതാ എഗ് റൈസ് റെഡിയായി. കുട്ടികൾക്ക് എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കുറച്ച് തൈരും പിന്നെ എന്തെങ്കിലും വറുത്തതോ ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാണ്. ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.